കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരാൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു വില്ലേജ് ഏരിയ അതിലേക്കൂടെ തന്നെ കാറ് ഡ്രൈവ് ചെയ്തിങ്ങനെ പോവാം. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇയാളുടെ കാറിൻ്റെ ഒരു വീല് പെട്ടെന്ന് പഞ്ചറായി. ഇയാൾ പെട്ടെന്ന് കാറ് നിർത്തി അവിടെ ഇറങ്ങി വന്ന് നോക്കി. അപ്പം മനസ്സിലായി പഞ്ചറായി, ഇനിയിപ്പോൾ ഇത് വീല് മാറ്റണം. അങ്ങനെ ഇയാൾ വണ്ടിക്കകത്തുണ്ടായിരുന്ന സ്റ്റെപ്പിനി എടുത്തിടാൻ തീരുമാനിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇയാൾ വീലഴിച്ചു, നട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പക്ഷെ ഒരു ചെറിയ കുഴപ്പം പറ്റി. എന്തുവെന്ന് വെച്ചാൽ ഇയാൾ ഈ നട്ട് മാറ്റി വെച്ചത് കുറച്ച് കെയർലെസ് ആയിട്ടായിരുന്നു. അപ്പം അടുത്ത് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്, കുറച്ച് താഴ്ച ഇറക്കമൊക്കെയാണ്. അപ്പം ഇയാൾ ഇത് വെച്ചത് ശ്രദ്ധിച്ചല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നട്ട് മുഴുവൻ ഉരുണ്ട് എവിടേക്കോ പോയി. ഇയാൾ കുറേ നേരം അവിടെ എല്ലാം സെർച്ച് ചെയ്തു, പക്ഷേ കിട്ടിയില്ല. ആ വഴിയാണെങ്കിൽ ഒറ്റ മനുഷ്യർ വരുന്നില്ല. അവസാനം എന്ത് ചെയ്യണം, എങ്ങനെ വണ്ടി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാതെ പുള്ളി അവിടെ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കുറേ നേരം നിന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെയും പോയി ആ നട്ട് എവിടെയെല്ലാം ഉണ്ടോ എന്നിങ്ങനെ നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു, സന്ധ്യയാവാറായി. അപ്പോൾ അതിലേക്കൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോവാണ്. ഈ വഴി പലതവണ വരുമ്പോഴും ഇതുവഴി വന്ന ഈ മനുഷ്യനെ നമ്മുടെ ഡ്രൈവർ സ്ഥിരം കാണാറുണ്ട്. അപ്പം അയാൾ ചെറിയൊരു മാനസിക രോഗി ആണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ കുറച്ച് കിറുക്കുള്ള ഒരു മനുഷ്യനാണ്, വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നൊക്കെയാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. അപ്പോൾ ഈ മനുഷ്യൻ അതുവഴി വന്ന അയാൾ നമ്മുടെ ഡ്രൈവറിനെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു, അയാളെ കുറേ കളിയാക്കി. അപ്പം നമ്മുടെ ഡ്രൈവറിന് ഇതൊന്നും പിടിക്കുന്നില്ല. അയാൾ ആ മനുഷ്യനെ മൈൻഡ് ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കുവാണ്. അവിടെ പരിചയമുള്ള ആരും ഇല്ല വിളിക്കാനൊന്നും. അപ്പം ഈ കിറുക്ക് പിടിച്ച മനുഷ്യൻ പറഞ്ഞു, അതായത് ഈ ബാക്കി 3 വീലിലെയും ഓരോ നട്ടെടുത്തിട്ട് ആ സ്റ്റെപ്പിനിയിൽ ഇട്ടിട്ട് വണ്ടി പതുക്കെ ഓടിച്ച് അടുത്ത വർക്ക്ഷോപ്പ് വരെ കൊണ്ടുപോകാൻ ഏത് മരമണ്ടനും പറ്റും. ഇത്രയും പറഞ്ഞു. ഇത് നമ്മുടെ ഡ്രൈവർ കേട്ടു. ശരിയാണല്ലോ, എന്തുകൊണ്ട് ഇത്രയും ബുദ്ധിയുള്ള ഞാനിത് ആലോചിച്ചില്ല എന്നയാൾ ചിന്തിച്ചു. ആ ഭ്രാന്തനായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയില്ല, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളും പലപ്പോഴും നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിത് നോർമലി കൺവെൻഷണൽ മെത്തേഡ്സ് ആയിരിക്കും അതിനുള്ള സൊല്യൂഷൻസ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല, ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാറില്ല. ഈ ഭൂമി ഭയങ്കര വൈഡാണ്, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും കണ്ടുപിടിക്കുന്നില്ല. സോ തിങ്ക് ഡിഫറെൻറ്റ്, വ്യത്യസ്തമായി ചിന്തിക്കൂ, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കൂ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് ഒരു രീതിയിൽ കാണാതെ പല രീതിയിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. താങ്ക് യു.